വാട്സ്ആപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓസി വ്ളോഗ്സ്. എൻ്റെ പേര് പ്രദീപ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മറ്റൊരു ശനിയാഴ്ച കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും മക്കളും കൂടെ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ അറിയാം, സാധാരണ ഇത് പിള്ളേരുമായിട്ടൊന്നും ഇറങ്ങുന്ന ആ ഒരു സെറ്റപ്പ് അല്ല. യൂത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയം. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഞാൻ സാമുനെ ജയ്ക്കുനെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് ബസ്സിലാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്നൊരു ട്രെയിൻ കയറി വേണം നമുക്ക് മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഈ കാൻബറയിലെ നൈറ്റ് ലൈഫാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, സ്റ്റേ വിത്ത് us. കാൻബറയിൽ ബസ് സ്റ്റാൻഡിൽ, സിറ്റിയിലെ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ഞങ്ങളിപ്പോൾ നടക്കുകയാണ്. ആ നേരെ കാണുന്ന സ്ഥലത്താണ് ഇവിടുത്തെ നൈറ്റ് ക്ലബ്ബും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ ഇരുന്ന് നടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിൻ കയറി ഒരു ടൗണിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് സിറ്റിയിലെ ബസ് ഇൻ്റർചേഞ്ച്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആൾക്കൂട്ടം കാണാം. ക്യൂ നിൽക്കുവാണ് ആൾക്കാരെല്ലാം. അപ്പം നിങ്ങൾ വിചാരിക്കും വല്ലതും മരുന്ന് മേടിക്കാനോ സിവിൽ സപ്ലൈസിൻ്റെ ഫ്രണ്ടിലോ നിൽക്കുന്ന ഒരു ക്യൂ പോലെ തോന്നും. പക്ഷേ ഏകദേശം സിവിൽ സപ്ലൈസ് പോലെ തന്നെയാണ്. അതൊരു നൈറ്റ് ക്ലബ്ബാണ്. അത് അണ്ടർഗ്രൗണ്ടിലാണ് ആ നൈറ്റ് ക്ലബ്ബ്. ഈ ബേസ്മെൻറ്റ് നേരത്താണ് അതിൻ്റെ പേര്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു നൈറ്റ് ക്ലബ്ബാണെന്ന് തോന്നിക്കില്ല. അപ്പോൾ അവിടെ ഇപ്പം ആ നൈറ്റ് ക്ലബിനകത്ത് ഫുള്ള് ആളാണ്. അപ്പം അതിനകത്ത് ആൾക്കാർ കുറേ ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഒരു നൈറ്റ് ക്ലബ്ബ്. പിന്നെ ഇത് ബസ് ഇൻ്റർചേഞ്ചിലെ മാക്ഡോണൾഡ്സ്, അതിൻ്റെ മുകളിൽ എനി ടൈം ഫിറ്റ്നസ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു വന്ന് കാണുമ്പോഴത്തേക്ക് ഇതൊരു ഐറിഷ് പബ്ബാണ്. അപ്പം അത് ഡാൻസ് ബാറോ അങ്ങനത്തെ ക്ലബ്ബൊന്നുമല്ല. ഇതുണ്ട് ഒരാടെ ഫിഷറി പോലെ ഒരുത്തന്നെ മുടിയുണ്ട്, ഫിഷറി പോലെ. അപ്പം അവിടെ അകത്ത് പാട്ടും പുറത്ത് ഇതുപോലെ ഒരു മേശയുടെ മുകളിൽ തീയൊക്കെ ആയിട്ട്. പിന്നെ അത് ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, ദോശ. അവിടെ നിന്ന് നമ്മളിങ്ങനെ പിന്നെ ഈ കാണുന്ന ഈ സ്ഥലത്താണ് കേട്ടോ ഇവിടുത്തെ എന്ത് ആഘോഷങ്ങളുണ്ടെങ്കിലും നടക്കുന്നത്. അതായത് ന്യൂ ഇയർ, പിന്നെ ഓസ്ട്രേലിയ ഡേ, കാൻബറ ഡേ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നടക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഫുള്ളി പാക്ഡ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റേജ് വരും. ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും. നമുക്കിനി കൂടുതൽ നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു വൈബുള്ള സ്ഥലത്തോടെ പതുക്കെ അങ്ങോട്ട് നടക്കാം. ഇതും മറ്റൊരു ചെറിയൊരു പബ്ബാണ്. ഇവിടെ പിന്നെ ഈ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവർ ഈ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പിള്ളേരുള്ളതുകൊണ്ട് അതിനകത്തോട്ട് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതാണ് കാൻബറ സിറ്റിയുടെ മറ്റൊരു ഏരിയ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇതുണ്ടോ, ഇവിടെ എല്ലാം നല്ല ലൈവ്ലിയാണ്. അതാണ് കാൻബറയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണത്, കാൻബറ സെൻറ്റർ എന്ന് പറയും. അതും ഇതും എല്ലാം ഷോപ്പിംഗ് മാളിൻ്റെ ഭാഗമാണത്.
അപ്പോൾ ഇവിടെയാണ് ക്യാൻബറ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം വരുന്ന ഒരു ഏരിയ ആണിത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷനിൽ നടക്കണം. നമുക്ക് ഏതായാലും ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. അപ്പം നിനക്ക് ട്രെയിനൊക്കെ കയറണ്ടേ? ട്രെയിനിലാണോ ബസ്സിലാണോ കയറണ്ടേ? ഓക്കെ. ഇതാണ് ക്യാൻബറ സെൻറ്ററിൻ്റെ ഉള്ളാണത്. അപ്പോൾ പുറത്തോടെ നടന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പ്. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഇതിനുള്ളിലോട്ടൊന്ന് കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതുണ്ട് സിറ്റിയുടെ നല്ല വ്യൂ സംഭവങ്ങളൊക്കെയാണ് വെളിയിൽ. വാസ് ദാറ്റ് യു വെരി ഹാംഗ്രി? അയക്കുക. അപ്പോൾ സിറ്റി സെൻറ്ററിനകത്തൊരു ജസ്റ്റ് അപ്പോൾ കടകളെല്ലാം അടച്ചു. ഈ നൈറ്റ് ക്ലബ്സും പബ്ബും ബാറും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ തുറക്കുന്നു. അല്ലെങ്കിൽ പിന്നെ കൺവീനിയൻസ് സ്റ്റോഴ്സ്, പിന്നെ ചില സൂപ്പർ മാർക്കറ്റുകൾ രാത്രി വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ 11 വരെ, പിന്നെ 24 hours ചില പെട്രോൾ പമ്പുകളുണ്ട്. അതൊക്കെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഒരു 6 മണിയാകുമ്പോൾ എല്ലാം അടച്ചു കൂട്ടി പോകും. അപ്പോൾ ഇതുണ്ടോ പകൽ സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ ഫുള്ളി റഷ് ആയിരിക്കും ഇവിടെ ഈ സെൻറ്ററിനകം. ഇത് വളരെ നല്ലൊരു വലിയൊരു ഷോപ്പിംഗ് സെൻ്ററാണിത്. ഇങ്ങടാ അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിനകത്തൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാർ വിളിച്ചു. അപ്പോൾ ഇവർ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പോയി മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ നോക്കി നമ്മുടെ കൂട്ടുകാർ ഇവിടെ നിൽപ്പുണ്ട്. ഒന്ന് ഫോം എടുത്ത് നിൽക്കുന്ന ഈ പൊക്കക്കാരനാണ് ഒരു കൂട്ടുകാരൻ. എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് മറ്റു രണ്ടുപേർ. സുധീർ, how are you, buddy? Hello, Sam. How are you? I'm fine, sir. How are you? Darbari. Hi, guys. He's a Modi fan. Yeah. And tonight is Darbari's party for Modi. Darbari's party because Modi has claimed the victory. Yeah. Bharat Mata ki jai. So guys, they are from North India, and So Darbari is from Rajasthan and Rajasthan. BJP swept Rajasthan. Right? Rajasthan, yes, man. And Mandeep is from Majority. Punjab and Sudhir is also from Punjab, right? Yeah, both of them from Punjab, Punjab, Jalandhar and Peshawar. Yeah. So we're gonna chill out. I got kids with me, but it's alright. Samu and Jiku is always cool dudes. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. അവരുടെ കൂടെ സിറ്റിക്കകത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറി അവർക്ക് തൊണ്ട നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ ഇതുണ്ടോ ഒരു കമനീയ ക്ഷേത്രം തന്നെയാണ്. ഇത് കാണുമ്പോൾ ഒരു കള്ളുകടയാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇത് ഈ ലിക്കർ ഇരിക്കുന്നതിൻ്റെ ആ ഒരു സെക്ഷനിലാണ്. പിന്നെ ഇത് ഞാൻ കുട്ടികളായിട്ട് വന്ന് ഞാൻ മദ്യപിക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അവർക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് കടയിൽ കയറിയെന്നുള്ളേ ഉള്ളൂ. ഉടൻ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. Very good. Very good. All right. Started now. Get started. So what do you got now? It's a Peroni beer. right? Peroni beer. One of the best. One of the best. Okay. ഞങ്ങൾ സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഒരു 6 മിനിറ്റോടെ കഴിയുമ്പോഴാണ് അടുത്ത ട്രെയിൻ വരുന്നത്. ആ ട്രെയിനിൽ കയറി നമുക്ക് അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് അടുത്ത ട്രെയിൻ പിടിച്ച് സിറ്റിയിലോട്ട് വരും. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ട്രെയിനൊക്കെ ഒന്ന് കാണിക്കുക. ട്രെയിനിൽ ഒന്ന് കയറുക, കയറി ചെറിയൊരു ചില്ലോട്ട് അപ്പായും മക്കളും എല്ലാം സംഭവിച്ചേക്കും. Right? And you guys are cool dudes. Right? What's the sign of a cool dude? Yes. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി. ഇതാണ് നമ്മുടെ ട്രെയിൻ.
നമുക്ക് സിറ്റിയിലോട്ട് തന്നെ പോവാം. ഇതാണ് കാൻബറ മെട്രോ. ഇപ്പം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേണം ട്രെയിൻ കയറാം. ഇവിടെയാണ് നമ്മൾ കാർഡ് ടാപ്പ് ഓണും ടാപ്പ് ഓഫും ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് കാൻബറ ജീവനക്കാരനായതുകൊണ്ട് എനിക്കും പിള്ളേർക്കും ഫ്രീ ആണ് ട്രെയിനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. സാമു, അപ്പോൾ ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കൂ, ട്രെയിനെ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. വൈന്ന് കയറിയിട്ട് ട്രെയിൻ സൂപ്പറാണോ? ട്രെയിൻ എങ്ങനെയാണ് സൂപ്പർ? ഇങ്ങനെയാണോ സൂപ്പർ? സാമു എങ്ങനെയാണ് ട്രെയിൻ എങ്ങനെയാണ് സൂപ്പർ? ഓ അങ്ങനെയാണ്. അടുത്ത ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ നമ്മുടെ ബസ് കണ്ടു. നമ്മുടെ കാറ് കിടക്കുന്നിടത്തോട്ട് പോകുന്ന ബസ്സാണ്. അതായത് ഇവിടെ ട്രെയിനും ബസ്സും കൂടെ നല്ല കണക്റ്റഡ് ആണ്. അതായത് ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്ന ഉടൻ തന്നെ ബസ്സുകളും ഇതിൻ്റെ പുറകെ തന്നെ വരും. അപ്പോൾ ഏതായാലും ഈ ബസ്സിൽ കയറി നമ്മുടെ കാറ് കിടക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് ഏതായാലും പോവാം. അപ്പോൾ നമ്മുടെ ബസ് ഇറങ്ങി ഈ ബോർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബസ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് വൈകിട്ടത്തെ വല്ലതും കഴിക്കാനുള്ള ഒരു ടേക്ക് അവേയും മേടിച്ചു നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകണം. ജേക്കു ടയേർഡായി. അത് കാരണം ജേക്കു ടയേർഡായി കഴിഞ്ഞ് ഇനിയിപ്പം ജേക്കുവിനെ എടുത്തോണ്ട് വരണം. അങ്ങനെ നിയമമൊന്നും ഇല്ല കേട്ടോ. നിനക്ക് വേണേൽ നടക്കുകയും ചെയ്യാം. ജേക്കുവിന് നടക്കാവോ? ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് KFC ലക്ഷ്യമാക്കി നടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് KFC കൊണ്ട് തൃപ്തിയുടെ ഇന്നൊരു ഔട്ടിംഗ് അല്ലേ. അപ്പം ഇവർക്കൊരു ചേഞ്ച് ആണ്. നമുക്കൊരു KFC അടിച്ച് KFC കഴിച്ച് വീട്ടിൽ പോകാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തു ചെറിയ ബർഗറും 3 ബഫലോ വിങ്സും ചിപ്സും, പിന്നെ പിള്ളേർക്ക് അവരുടെ കിഡ്സ് മീലും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. മച്ച് ലവ്, ഗോഡ് ബ്ലെസ്.